കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായ വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനെയും ഉന്നമിട്ട് ബി.ജെ.പിയുടെ നീക്കം. ബി.ആറിന്റെ 21ാം ചരമവാർഷിക ദിനമായ ഇന്ന് ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ അനുസ്മരണ പരിപാടികൾ തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛനൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ വളരെ വിഖ്യാതമാണ്. ചേറ്റൂരിനെ പോലെ തന്നെ അറിയപ്പെട്ട കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എന്താണ് ബി.ജെ.പിയുടെ പുതിയ നീക്കം? SKN സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വി.ആർ. എഴുത്തച്ഛനെയാണ് ഇപ്പോൾ BJP അനുസ്മരിക്കുന്നത്. അത് BJPയും കോൺഗ്രസും രണ്ട് സമാന്തര പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനമാണ്. ആ സമയത്താണ് തൃശ്ശൂർ വെങ്ങണിശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ BJPയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്മാരക മന്ദിരത്തിൽ കോൺഗ്രസും പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പുഷ്പാർച്ചന അടക്കം നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ ചിലർ BJPയിലേക്ക് ചേരുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നടക്കുന്ന ആദ്യ അനുസ്മരണത്തിലാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും രണ്ട് അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് BJP വിശദീകരിക്കുന്ന ഇത്തരത്തിലാണ്. സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഈ അനുസ്മരണത്തിൽ തെറ്റില്ല എന്നുള്ള അവർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഈ അവണിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. സ്വാഭാവികമായും അവിടെ ഈ കൃഷ്ണൻ എഴുത്തച്ഛന്റെ അനുസ്മരണം അടക്കം സംഘടിപ്പിക്കുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസും അതിശക്തമായ, അതായത് BJP ഇത്തരത്തിൽ ഈ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്.